ഈശോ ഇതാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഓരോ ഹൃദയങ്ങൾക്കും, ഓരോ കുടുംബങ്ങൾക്കും, ദേശങ്ങൾക്കും വിശ്വാസം എന്ന വരം തരുവാൻ വേണ്ടിയിട്ടാണ്. ഒരു നാൾ യേശു കേസറി ഫിലിപ്പി ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു, എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് എന്ന്. അപ്പോൾ ശിമയോൻ പത്രോസ് വന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ യേശു പ്രതികരിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. മകളെ, ഒന്ന് കാണുക, യേശുവിൻ്റെ ഒരു ചോദ്യം, പത്രോസിൻ്റെ ഒരു ഏറ്റുപറച്ചിൽ, തുടർന്നുള്ള യേശുവിൻ്റെ പ്രതികരണം. ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ വിശ്വാസം വളർത്താൻ ദൈവാലയത്തിൽ വരുമ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിന്റെ വിശ്വാസം ജീവിക്കാൻ നിന്റെ കുടുംബത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? നിന്റെ വിശ്വാസം പ്രഘോഷിക്കാൻ നിന്റെ സമൂഹത്തിലും ഇടപഴകുന്ന മക്കളിലും നിനക്കെന്ത് ചെയ്യാൻ സാധിക്കും? നീ വിശ്വാസത്തിൻ്റെ ഒരു പരിശീലകനായി തീരാൻ നിനക്ക് സാധിക്കുമോ എന്ന് പറഞ്ഞാൽ, ശിഷ്യനായിരിക്കുന്ന മക്കളെ ഗുരുവായി തീരാൻ സാധിക്കുമോ? വിദ്യാർത്ഥിയായിരിക്കുന്ന മക്കളെ അധ്യാപകനായി തീരാൻ നിനക്ക് സാധിക്കുമോ? ഈശോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് വിശ്വാസം വളർത്താനും, വിശ്വാസം ജീവിക്കാനും, വിശ്വാസം പ്രഘോഷിക്കാനും, വിശ്വാസം പരിശീലിപ്പിക്കുവാനുമായിട്ട് നിന്നെ കർത്താവ് സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. ഈ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് ഒരുങ്ങാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി, ഈശോയെ നന്ദി. പിതാവേ, കർത്താവേ വിശ്വാസം വളർത്തണമേ, കർത്താവേ വിശ്വാസത്തെ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ, വിശ്വാസം നഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള വരം തരണമേ. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമെന്ന് വിളിച്ച തോമാസിനോട് ചേർന്നുകൊണ്ട് ഞങ്ങളും വിളിച്ചപേക്ഷിക്കുന്നു. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.